ബിഗ് ബോസ് കഴിഞ്ഞ് ഈ ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള വേർഡ് പറയുമ്പോൾ തന്നെ എനിക്ക് പേടിയായി എവിടെന്നാ ട്രോളെന്ന് പറയാൻ പറ്റില്ല. ഡെയിലി ബേസിസിൽ ആര് കണ്ടാലും അത് വഴക്കാവും. നമുക്കറിയാലോ, ലൈഫാണ്, ഹ്യൂമൻ ലൈഫാണ്, നാളെ എന്തും സംഭവിക്കാം. ഞാൻ അതുകൊണ്ട് തന്നെ ഇപ്പം എനിക്ക് ഒരു 10 കാശ് വന്നാലും നാളത്തേക്ക് കരുതാ എന്ന് വിചാരിക്കില്ല. ഇന്ന് കഴിഞ്ഞാൽ ഇന്ന് കഴിഞ്ഞു. എനിക്കറിയാം, ഇപ്പം ഞാൻ ഫാമിലിയായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. അമ്മൂമ്മയ്ക്ക് വയസ്സായി, ചെറിയ മാമന്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്കൊരു വീടുണ്ടാക്കാതെ ഫസ്റ്റ് അവരുടെ കയ്യിൽ നോക്കിയാൽ. അതിൻ്റെ പണിയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോയിരിക്കും, എല്ലാം തൊട്ടു എൻ്റെ പ്രൊമോഷൻ, ആ ഇടയ്ക്ക് ചോരൊക്കെ തൊട്ട് എൻ്റെ പ്രൊമോഷൻ ബിഗ് ബോസിൻ്റെ അതൊരു ഭയങ്കര ഒരു ഇമോഷനാണ്. അന്നത്തെ ദിവസം നമ്മുടെ വീടിൻ്റെ അവിടെ പാറയൊക്കെ ഉണ്ട്. പാറയിൽ പോയിരുന്ന് ഞാൻ വീടിങ്ങനെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഞാൻ നോക്കുക. ചിലപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ അമ്മൂമ്മയ്ക്കൊക്കെ വയസ്സായി കഴിയുമ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു ടൈമായിരിക്കും നമുക്ക് ആ ഒരു ഗോൾഡൻ മൊമെന്റ്. ഇപ്പം അവിടെ ഭയങ്കര ഹാപ്പി ആട്ടോ. എല്ലാവരും ഇക്കാര്യത്തിൽ ഭയങ്കര പ്രൗഡാണ്. ഞാൻ ഭയങ്കര പ്രൗഡ് ആ കാര്യം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അമ്മയ്ക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി. അപ്പം എല്ലാവരും ഭയങ്കര ഷാറ്റേഡായി. ചേട്ടനൊക്കെ ഭയങ്കര ഇമോഷണലായി. പക്ഷെ അപ്പം ഇനി ഞാനായിരുന്നു ആ ഫാമിലിയിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര ബോൾഡായിട്ട് നിന്ന് ഞാൻ എൻ്റെ ചേട്ടനോട് വിഷമിക്കണ്ട, അമ്മ തിരിച്ചു വരുമെന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ അങ്ങനെ തകർന്നിരിക്കുന്ന അവസ്ഥയിൽ ഞാനാണ് പോയിട്ട് അതൊരു എന്താ പറയുക, ഒരു സ്ട്രെങ്ത് കൊടുത്തത്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാമെന്നും പറയാം, അല്ലെങ്കിൽ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്നത് തന്നെയാണ് എനിക്കിഷ്ടം. നേരത്തെ എന്ന് വെച്ചാൽ ഞാനൊരു മണ്ടിയായിരുന്നു. ഇപ്പം ഞാൻ ചെറുതായിട്ട് അങ്ങനെ ആണെങ്കിലും നേരത്തെ എന്ന് വെച്ചാൽ എല്ലാവരെയും പെട്ടെന്ന് വിശ്വസിക്കും, പെട്ടെന്ന് കമ്പനിയാവും, പെട്ടെന്ന് ഫ്രണ്ട്സ് ആവും. ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി എന്നൊക്കെ പറയുന്ന പോലെ എൻ്റെ സർക്കിൾ ഇച്ചിരി ചെറുതായ പോലെ എനിക്കൊരു ഫീൽ. പക്ഷെ ആക്ച്വലി നല്ലതാണെന്ന് തോന്നുന്നു. അതിന് ബിഗ് ബോസ് കൊണ്ടുവന്ന മാറ്റമാണോ എന്നും പറയാൻ പറ്റില്ല. ഒരു ഏജ് അറ്റൻഡ് ആവുമ്പോൾ നമുക്ക് ചില ഒരു റിഫ്ലക്ഷൻ പോലെ ചേഞ്ചസ് വരാറുണ്ട്. ചിലപ്പോൾ അതുമായിരിക്കാം. ബാക്ക് സ്റ്റാബിങ് ചെയ്യാൻ പാടില്ല, പിന്നെ ഡബിൾ സ്റ്റാൻഡ് പറ്റില്ല. ഇപ്പോൾ എൻ്റെ അടുത്ത് നന്നായി ചിരിച്ച് കളിച്ച് നിന്നിട്ട് ഞാൻ അങ്ങോട്ട് മാറുമ്പോൾ അങ്ങനെ സംസാരിക്കുന്നവർ വേണ്ട. എന്താണെങ്കിലും എന്നെ ഹേർട്ട് ചെയ്യുന്ന കാര്യമാണെങ്കിലും മുഖത്ത് നോക്കി പറയണം. അങ്ങനെ ഒരു ഡബിൾ ഫേസ് ഉണ്ടാവാൻ പാടില്ല. എന്തും ഷെയർ ചെയ്യാൻ പറ്റണം. അത് ലീക്ക് ചെയ്യുന്ന പോലത്തെ ഒരാളാവരുത്. നമ്മളെ ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ അത് ഭയങ്കര സേഫ് ആയിരിക്കണം. ചേട്ടൻ ബാക്ക് ബോണാന്ന് പറയാം. നമ്മൾ എന്ത് കാര്യം പറയുകയാണെങ്കിലും, ഈവൺ ഇപ്പോൾ പുറത്തു പോയി വായി നോക്കുന്ന കഥയാണെങ്കിൽ പോലും നമുക്ക് ചില ബ്രദേഴ്സായിട്ടൊന്നും സിബ്ലിങ്സ് ആയിട്ടും ഷെയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്കിത് ഷെയർ ചെയ്യാം. ചില കാര്യങ്ങളിൽ ചേട്ടൻ പറയും ഇത് നല്ലതല്ല, ഇത് നല്ലതാണ്, അങ്ങനെ പറയാറുണ്ട്. അത് ഞാൻ റിയലൈസ് ചെയ്യുമ്പോൾ പിന്നെ അത് ആ ഒരു പാത്ത് ക്ലിയർ ആവും, അതങ്ങനെ പോവാറുണ്ട്. പക്ഷെ ചേട്ടൻ പറയുന്ന മിക്ക കാര്യങ്ങളും ശരിയാവാറുണ്ട്. എൻ്റെ അടുത്ത് ഇപ്പോഴും പലരും ഇങ്ങനെ പുറത്തു പോകുമ്പോൾ ചോദിക്കും, അയ്യോ 6th സീസണിൽ റനീഷയുടെ ചേട്ടനെ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തായിരുന്നു കേട്ടോ. ചേട്ടന് ആഗ്രഹം വന്നു. ചേട്ടന് ഒരു ദിവസം വന്നിട്ട് ഇങ്ങനെ ഗെയിമൊക്കെ കളിച്ച് പുറത്ത് നോക്കിയപ്പോൾ ഭയങ്കര ഫാൻസ് ഉണ്ടാക്കി. ഞാനും ചേട്ടനും ഒരിക്കൽ ദുബായിൽ പോയിട്ട് ഞങ്ങൾ പുറത്ത് ചായ കുടിക്കാൻ പോയി. അപ്പോൾ ഒരു മലയാളി ഫാമിലി വന്നു കേട്ടോ, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അപ്പോൾ അവരിങ്ങനെ ഇടയ്ക്ക് ഞങ്ങളെ നോക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിക്കാം ഇപ്പൊ വന്ന ഫോട്ടോ ചോദിക്കായിരിക്കും വിചാരിച്ചാ റനീഷയുടെ ചേട്ടനല്ലേ, ഒരു ഫോട്ടോ എടുത്തോട്ടെ. അപ്പം ഞാനും ഇവിടെ ഉണ്ട്. ഞങ്ങൾ ചേട്ടന്റെ ഭയങ്കര ഫാൻസ്. ഞാനങ്ങ് ഒരുക്കില്ലാതെ എന്തിനാ AC നോക്കി വേർക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട AC ബ്രാൻഡുകളുടെ ഒരു വൈഡ് റേഞ്ച് തന്നെ ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ഹായ്, ഹലോ, നമസ്കാരം. സൈന സുത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഒരു മിടുക്കി കൊച്ചാണ്. അങ്ങനെ തന്നെ പറയണം. ഒരു ചെറിയ മിടുക്കിയല്ല, ഒരു വലിയ മിടുക്കിയാണ്. ഇൻട്രോ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഇത് വല്ലതും അറിഞ്ഞായിരുന്നോ വലിയ മിടുക്കിയാണെന്ന്? അറിഞ്ഞില്ല, ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ഇപ്പൊ ഞങ്ങളെ പോലെ പെൺപിള്ളേർക്ക് ഞാൻ എടുത്ത് പറയട്ടെ, എന്നിട്ട് അനിയത്തി കേട്ടോ, 25 വയസ്സില് അച്ചീവ്മെന്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം. അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത ആളുകളെ സന്തോഷിപ്പിക്കാം എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുമായിരിക്കും, പറ്റാത്ത ആളുകളുണ്ടാവും. പക്ഷെ ഈ ഒരു ചെറിയ ഏജ്, അതായത് 25 വയസ്സിനുള്ളില് ചെയ്ത് തീർത്ത കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഞങ്ങളെ പോലുള്ള പെണ്ണ്, അതായത് എനിക്ക് 26 വയസ്സായി. അപ്പൊ എനിക്കിത് കാണുന്ന സമയത്ത് ഭയങ്കര പ്രൗഡാണ്. അപ്പൊ ചിക്കു ഇതുപോലെ അച്ചീവ് ചെയ്തിട്ടില്ലേ? ഞാൻ ഇത്ര ഒന്നും അച്ചീവ് ചെയ്തിട്ടില്ല. അതായത് വീട് വെച്ച് കൊടുക്കുന്നു, ഫിനാൻഷ്യലി ഓക്കെ എങ്കിലും ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമില് ഇത്രയും ദിവസം 100 ദിവസം എത്താ, ഈ സമ്മാനം വാങ്ങിയിട്ട് വരിക എന്ന് പറയുന്ന ഇത്ര കാര്യമില്ലല്ലോ. അല്ല, ഉറപ്പായിട്ട്. അപ്പൊ ഒരു വലിയ മിടുക്കി തന്നെയാണ്. എനിക്ക് അങ്ങനെ പറയുന്ന ഇഷ്ടമല്ല. വേണം ഞാൻ പറഞ്ഞോ. എനിക്ക് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ആളാണോ? എത്രയും സിമ്പിൾ ആണ്. എന്താ സിംപ്ലിസിറ്റി എന്നൊക്കെ പറഞ്ഞു. എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നുന്നു.
കാരണം എന്താ അറിയോ, ഇപ്പം ബിഗ് ബോസ് നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ നാച്ചുറലി സംസാരിക്കുന്ന സമയത്ത് ഇല്ല ഇത് ആക്ടിങ് ആണെന്ന് പറഞ്ഞ ഒത്തിരി ആളുകളുണ്ട്. അത് കഴിഞ്ഞിട്ടും നമ്മള് റനീഷിനെ കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് റനീഷിനെ കാണുന്നത്. റനീഷ് വന്ന സമയത്ത് കിട്ടുന്ന ഹലോ എന്ന് പറഞ്ഞിട്ടൊരു വാം കിട്ടില്ലേ നമുക്ക്, ഒരു ജാടില്ലാത്ത നമ്മള് ബിഗ് ബോസിൽ കണ്ട് കാണിക്കാൻ എന്താ ഉള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ ചോദിക്കട്ടെ എന്താ ഉള്ളത്? എല്ലാരും എനിക്ക് അറിഞ്ഞൂടാ, ഇതൊക്കെ ചോദിക്കുമ്പോ എനിക്ക് എന്തോ ഭയങ്കര എന്തൊക്കെയോ പോലെ. ഈ ഓരോ സീസൺ കഴിയുമ്പോഴും പ്രേക്ഷകർക്ക് തോന്നുന്ന കാര്യം ഈ സീസണിൽ ആൾക്കാർ മിണ്ടാറില്ലേ, അല്ലെങ്കിൽ കൂട്ടത്തിലുള്ള ആൾക്കാർ കണ്ടാലും ഒരു പരിചയം കാണിക്കോ? നിങ്ങൾ ഇത്ര 6 പേരാ, നിങ്ങൾ ആ ഒരു സീസണിൽ തന്നെ ആളുകളെ നമുക്ക് കാണുമ്പോൾ തന്നെ അടിപിടിയൊക്കെയാ, അല്ലെങ്കിൽ ഒരു സ്നേഹപ്രകടനം ഉണ്ട്. ഈ സീസണിൽ ആൾക്കാർ വരുന്ന സമയത്ത് എങ്ങനെയുണ്ട് അത്? അതൊക്കെ വേണമെങ്കിൽ ആ സീസൺ കഴിഞ്ഞ് ഇറങ്ങുമ്പോ വേണമെങ്കിൽ അവരങ്ങനെ പറഞ്ഞല്ലോ, അവരിങ്ങനെ ചെയ്തല്ലോ എന്നുള്ള വിഷമമൊക്കെ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ എല്ലാം വർഷങ്ങളായി, എല്ലാവരും അവരവരുടെ ലൈഫിൽ ബിസിയായി, ഓരോരുത്തരുടെ കരിയർ നോക്കിക്കൊണ്ടിരിക്കണോ, ഫാമിലി നോക്കിക്കൊണ്ടിരിക്കണോ. പിന്നെ ഈ പഴയ സംഭവങ്ങൾ ആരെങ്കിലും പിടിച്ചിരിക്കോ? ഇവിടെ ഒന്നും ഇത്ര നേരം ആരും സീസണെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ അകത്തിരുന്ന കാര്യങ്ങളോ ആരും പറഞ്ഞു കേട്ടില്ല കേട്ടോ. ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് എന്താ, അതൊരു ഗെയിമിന്റെ വഴിക്ക് കഴിഞ്ഞു, അത് കഴിഞ്ഞു, അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ ലൈഫിൽ ബിസിയായി. ഇനിയിപ്പോ നമ്മൾ എപ്പോഴെങ്കിലും കാണുമ്പോ ഹായ് ബൈ വിശേഷങ്ങളൊക്കെ പറയാതെ ഇതുപോലത്തെ നല്ല മൊമെന്റ്സ് ഷെയർ ചെയ്യാ, ടാറ്റ ബൈ ബൈ പറഞ്ഞു പോവാ, അത്രേ ഉള്ളൂ. ഏതെങ്കിലും ആളെ മീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പറ്റാതെ ഇന്ന് മീറ്റ് ചെയ്ത് സംസാരിച്ച ആരെങ്കിലും ഉണ്ടാവും? ഇല്ല, ആക്ച്വലി നമുക്കിത് അറിയാലോ, ഇവിടെ ആരൊക്കെയാ വരുന്നേന്നുള്ളത് നേരത്തെ ഗ്രൂപ്പിലെല്ലാം മെസ്സേജ് വന്നിട്ട് ആരൊക്കെയാ വരുന്ന ആരൊക്കെയാ വരാത്തെന്നൊക്കെ അറിയാലോ. അങ്ങനൊന്നുമില്ല. ഇപ്പൊ ബിഗ് ബോസിൽ വന്ന ശേഷം ഒരുപാട് പേരുടെ ലൈഫ് ചേഞ്ച് നടന്നിട്ടുണ്ട്. ഒത്തിരി ആളുകളുടെ വിചാരിച്ച പോലെയുള്ള ഒരു റെസ്പോൺസ്, കാര്യങ്ങൾ, ലൈഫ് തന്നെ മറിഞ്ഞിട്ടുണ്ട്. ശരിക്കും റനീഷിന്റെ ലൈഫ് എങ്ങനെ ചേഞ്ച് ആയി? എന്റെ ലൈഫ് ചേഞ്ച് ആയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ചേഞ്ച് എന്ന് വെച്ചാൽ കുറെ നല്ല ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതൊരു മേജർ ചേഞ്ച് ഒന്നും അല്ല. ലൈക്ക് ഇപ്പൊ ഓഡിയൻസ്, നേരത്തെ ഞാൻ സീരിയൽ മാത്രം ചെയ്തുകൊണ്ടിരുന്നപ്പോ വീട്ടിലുള്ള അമ്മമാര്, ചേച്ചിമാര്, സീരിയൽ കാണുന്ന പ്രേക്ഷകർക്ക് മാത്രമേ എന്നെ അറിയുമായിരുന്നുള്ളൂ. ബിഗ് ബോസ് പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വന്നപ്പോൾ യങ്സ്റ്റേഴ്സും എല്ലാവരും ഒരുപാട്, എനിക്ക് തോന്നുന്നു അമ്മമാരെക്കാൾ കൂടുതൽ ഇങ്ങനത്തെ ഷോസ്, റിയാലിറ്റി ഷോസ് ഒക്കെ കാണുന്നത് കുറച്ചുകൂടെ യങ്സ്റ്റേഴ്സാണ്. അപ്പൊ കുറച്ചുകൂടെ യങ്സ്റ്റേഴ്സിലോട്ട് പോകാൻ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ പുറത്തുനിന്ന് കണ്ടാലും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റി. പിന്നെ അതുപോലെ അതൊരു ചേഞ്ച് ആണ്. പിന്നെ മോണിറ്ററി ബെനിഫിറ്റ് ഓഫ് കോഴ്സ് ബിഗ് ബോസിന് ശേഷം അതിൽ ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടെ എക്സ്പോഷർ കിട്ടി എന്ന് പറയാം, ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് കുറച്ചുകൂടെ ഇംപ്രൂവ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ബെറ്റർ ആയിട്ടുണ്ട്. ഇത്രയൊക്കെ എനിക്ക് ചേഞ്ചസ് ഉള്ളൂ. അല്ലാതെ എൻ്റെ ചുറ്റിലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ എന്നെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്കും അറിയത്തില്ല. പക്ഷെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ, ബിഗ് ബോസിന് ശേഷം എന്താ പറയാ, നമ്മുടെ സ്വഭാവത്തിലൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നേരത്തെ അങ്ങനെയായിരുന്നു, ഇപ്പൊ അങ്ങനെയല്ല. എനിക്കും അങ്ങനെ ചോദിച്ചാൽ ചെറുതായിട്ട് മീൻസ് ഞാനിപ്പോ എല്ലാരോടും അങ്ങനെ ഭയങ്കര, നേരത്തെ എന്ന് വെച്ചാൽ ഞാനൊരു മണ്ടിയായിരുന്നു. ഇപ്പൊ ഞാൻ ചെറുതായിട്ട് അങ്ങനെ ആണെങ്കിലും നേരത്തെ എന്ന് വെച്ചാൽ എല്ലാരെയും പെട്ടെന്ന് വിശ്വസിക്കും, പെട്ടെന്ന് കമ്പനിയാവും, പെട്ടെന്ന് ഫ്രണ്ട്സ് ആവും, അങ്ങനെയൊക്കെ. ഇപ്പൊ എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ ഒരു സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഏഷ്യനെറ്റിൽ ഒരു സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവർ ഈ ഇടയ്ക്ക് എന്നോട് പറയായിരുന്നു, റനീഷെ മാത്രം ഒന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല, എന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല, എനിക്കറിയില്ല. ഞാൻ ആരുടെയും പേഴ്സണൽ ലൈഫിൽ അങ്ങനെ ഇന്റർഫിയർ ചെയ്യാറില്ല. എല്ലാവരുമായിട്ടും എന്നാൽ ഭയങ്കര കമ്പനിയാണ്, ഭയങ്കര മച്ചാ കമ്പനിയൊക്കെ ആണെങ്കിൽ പോലും എന്നെ കുറിച്ച് അവർക്കൊരു ഐഡിയ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഷോക്കായി, അതെന്താ അങ്ങനെ, എനിക്ക് അറിഞ്ഞൂടാ. അത് ചിലപ്പോ വന്നൊരു ചേഞ്ച് ആയിരിക്കും. ഒരു സേഫ് സോൺ അങ്ങനെയാണോ? ഇപ്പൊ നമ്മൾ പെട്ടെന്ന് വിശ്വസിക്കേണ്ട ഒരു സമയം എടുത്ത് ആളുകളെ ഒബ്സർവ് ചെയ്ത്, ഇപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ സർക്കിൾ ഭയങ്കര, ഞാൻ കുറച്ച് മിനിമൽ ആക്കിന്ന് തോന്നുന്നു. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരാളെ മാത്രമേ ഞാൻ ആ സർക്കിളിലോട്ട് അങ്ങനെ, ഇപ്പോ എന്താ പറയാ, ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി എന്നൊക്കെ പറയുന്ന പോലെ എന്റെ സർക്കിൾ ഇച്ചിരി ചെറുതായ പോലെ എനിക്കൊരു ഫീൽ. പക്ഷെ ആക്ച്വലി നല്ലതാണെന്ന് തോന്നുന്നു. അതിന് ബിഗ് ബോസ് കൊണ്ടുവന്ന മാറ്റമാണോ എന്നും പറയാൻ പറ്റില്ല. ഒരു ഏജ് അറ്റൻഡ് ആവുമ്പോൾ നമുക്ക് ചില ഒരു റിഫ്ലക്ഷൻ പോലെ ചേഞ്ചസ് വരാറുണ്ട്, ചിലപ്പോ അതുമായിരിക്കാം. ഈ സർക്കിളില് വരാൻ വേണ്ടിട്ട് ഒരു സുഹൃത്ത്, അപ്പൊ ഒത്തിരി സുഹൃത്തുക്കളിൽ നിന്നാണല്ലോ നമ്മൾ ഒരാളെ വരുന്നത്. എന്തൊക്കെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും റനീഷ് ഒബ്സർവ് ചെയ്യണം? ബാക്ക് സ്റ്റാബിങ് ചെയ്യാൻ പാടില്ല, പിന്നെ ഡബിൾ സ്റ്റാൻഡ് പറ്റില്ല. ഇപ്പൊ എൻ്റെ അടുത്ത് നന്നായി ചിരിച്ച് കളിച്ച് നിന്നിട്ട് ഞാൻ അങ്ങോട്ട് മാറുമ്പോ അങ്ങനെ സംസാരിക്കുന്നവര് വേണ്ട. എന്താണെങ്കിലും എന്നെ ഹേർട്ട് ചെയ്യുന്ന കാര്യമാണെങ്കിലും മുഖത്ത് നോക്കി പറയണം. അങ്ങനെ ഒരു ഡബിൾ ഫേസ് ഉണ്ടാവാൻ പാടില്ല. പിന്നെന്താ,
ഇത്രയൊക്കെയല്ലേ ഒരു ലോയൽ ആയിരിക്കണം. അത് ഇതെല്ലാം സെയിം മീനിങ്ങിൽ തന്നെ വരുന്ന ഫേസസ് ആണ്. ഇത്രയൊക്കെയല്ലേ ഉള്ളൂ ഫ്രണ്ട്ഷിപ്പില് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയുന്നത്. എന്തും ഷെയർ ചെയ്യാൻ പറ്റണം. അത് ലീക്ക് ചെയ്യുന്ന പോലത്തെ ഒരാളാവരുത്. നമ്മളെ ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ അത് ഭയങ്കര സേഫ് ആയിരിക്കണം. നമ്മൾ ചിലപ്പോൾ നമ്മളൊന്ന് റിലീഫ് ആവാൻ വേണ്ടിയിട്ടായിരിക്കും. ഞാനിപ്പോ ചിക്കുവിന്റെ അടുത്ത് ഒരു കാര്യം പറയാം, ചിക്കു അത് 4 ആളോട് പറഞ്ഞു എന്ന് വെച്ചാൽ എന്നാ പിന്നെ എനിക്ക് തന്നെ അവരോട് പോയി പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ക്വാളിറ്റീസ് ആണ്. എനിക്കിപ്പോഴും കുറെ സ്കൂൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് അറിയാം, നമ്മുടെ പഴയ കാല ഫ്രണ്ട്സ് ഉണ്ടല്ലോ, വർഷങ്ങളായിട്ട് കൂടെയുള്ള ഫ്രണ്ട്സ് ആയിരിക്കും എനിക്ക് തോന്നുന്നു സർക്കിളിൽ ഉണ്ടാവുക. കാരണം നമ്മൾ പുതിയൊരു ഫ്രണ്ട്സിനെ പരിചയപ്പെട്ടാലും എനിക്ക് തോന്നുന്നു വളരെ 1 or 2 മാത്രമേ സർക്കിൾ ആഡ് ആയിട്ടുള്ളൂ. ഇപ്പൊ കോളേജിലൊക്കെ നോക്കിയെന്ന് വെച്ചാൽ വലിയ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒന്നുമില്ല. അപ്പോഴും നോക്കിയാൽ സ്കൂൾ ഫ്രണ്ട്സിൽ ഇഷ്ടംപോലെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. ബിഗ് ബോസ് കഴിഞ്ഞ് ഈ ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള വേർഡ് പറയുമ്പോ തന്നെ എനിക്ക് പേടിയായി. എവിടെന്നാ ട്രോള് എന്ന് പറയാൻ പറ്റില്ല. അപ്പോ അങ്ങനത്തെ ഉള്ള എക്സ്പെക്ടേഷൻ മാത്രമേ ഉള്ളൂ. ഈ ബിഗ് ബോസിന്റെ അകത്തുള്ള ഫ്രണ്ട്സ് അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട് കൈൻഡ് ഓഫ് ഫ്രണ്ട്സുകള് തിരിച്ച് പുറത്തിറങ്ങുമ്പോ അതേ ഫ്രണ്ട് സർക്കിൾ ഉണ്ടോ, ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ടോ? അത്രയും ബോണ്ടൊന്നുമില്ല. ഡെയിലി ബേസിസിൽ ആര് കണ്ടാലും അത് വഴക്കാവും. നമ്മുടെ വീട്ടിൽ തന്നെ അച്ഛനും അമ്മയും അവരൊക്കെ വഴക്ക് കൂടാതിരിക്കുന്നുണ്ടോ? വീട്ടില് പല സ്വഭാവക്കാര് പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് ഒബ്വിയസ്ലി അവിടെ വഴക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും. അതിനാണല്ലോ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം. വളരെ ബോൾഡായിട്ട് സംസാരിക്കുന്ന സീസണിൽ എല്ലാ സമയത്തായാലും കാര്യങ്ങൾ ഭയങ്കര ബോൾഡായിട്ട് സംസാരിക്കും. അതേപോലെ ഇമോഷണലി കാര്യങ്ങൾ എടുക്കും പെട്ടെന്ന്. അതായത് എല്ലാവരും കണ്ണ് അടച്ച് സ്നേഹിക്കാന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതിപ്പം അതെപ്പോഴെങ്കിലും ഇപ്പൊ നമുക്ക് തെറ്റായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് എല്ലാരെയും ഞാൻ കണ്ണടച്ച് സ്നേഹിക്കൊന്നുമില്ല. എല്ലാരെയും എനിക്ക് അങ്ങനെ സ്നേഹമൊന്നുമില്ല. പക്ഷെ എനിക്ക് വിശ്വാസം വന്നവരെ ഞാൻ നന്നായി സ്നേഹിക്കും. നേരത്തെ എല്ലാരെയും ഇങ്ങനെ കുറച്ച് അധികം സംസാരിച്ചു വെച്ചാൽ ഞാൻ അവരെ ഭയങ്കര ക്ലോസ് ആക്കി വെക്കും. പിന്നെ ഞാൻ അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എക്സ്പെക്ട് ചെയ്യും. ലൈക്ക് നമ്മൾ കൊടുക്കുന്ന തന്നെ തിരിച്ചു കിട്ടണം അങ്ങനെയൊക്കെ എക്സ്പെക്ട് ചെയ്യും. പക്ഷെ ചെയ്യാറുണ്ടോ? ഇപ്പോഴൊന്നും ചെയ്യാറില്ല. ഇപ്പൊ ഞാൻ കുറച്ചുകൂടെ ബോൾഡായി, കുറച്ചുകൂടെ ചേഞ്ചസ്. എത്ര കാര്യങ്ങൾ ബോൾഡായിരുന്നോ? എന്തൊക്കെ കാര്യങ്ങളില്? അതായത് ചില റീസൺസ് ഇപ്പൊ പറയില്ല. ഇപ്പൊ പറഞ്ഞൊരു കാര്യം പോലെ എന്തൊക്കെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു കുട്ടിത്തുണ്ടല്ലോ, എനിക്കത് തോന്നുന്നു. എനിക്കൊന്നും ഒരു വീട്ടില് പാമ്പർ ചെയ്തോണ്ടാണ് ഒരു കുട്ടി. ഞാൻ ആ ടൈപ്പ് അല്ല. ചേട്ടൻ എനിക്ക് നന്നായിട്ട് പാമ്പർ ചെയ്യണേ. പാമ്പറിംഗ് എന്ന് വെച്ചാൽ എന്നെ കുക്കുടുവാവേ അങ്ങനെയൊന്നും ചെയ്യാറില്ല. പക്ഷെ ചേട്ടൻ പാമ്പറിംഗ് എന്ന് വെച്ചാൽ പാമ്പറിംഗ് അല്ല, ഒരു സ്ട്രോങ് സപ്പോർട്ടാണ് ചേട്ടൻ. അല്ലാതെ കുണുവാവേ ആ ടൈപ്പ് ഒന്നല്ല. അങ്ങനെയേ അല്ല. എന്റെ അച്ഛൻ പിന്നെയും കൊഞ്ചിക്കൂട്ടെ. എന്റെ അമ്മയൊന്നും കൊഞ്ചിക്കുന്ന ഒരു പേഴ്സണേ അല്ല. അമ്മ എപ്പോഴെങ്കിലും കൊഞ്ചിച്ച് ഞാൻ പോയി അയ്യേ എനിക്കൊരു മാതിരിയാവും. അങ്ങനെ കൊഞ്ചിക്കുന്ന ടൈപ്പ് അല്ല. പക്ഷെ ചേട്ടന്റെ കൊഞ്ചലല്ല, ചേട്ടൻ ബാക്ക് ബോൺ ആന്ന് പറയാം. നമ്മൾ എന്ത് കാര്യം പറയുകയാണെങ്കിലും, ഈവൺ ഇപ്പൊ പുറത്തുപോയി വായി നോക്കുന്ന കഥയാണെങ്കിൽ പോലും നമുക്ക് ചില ബ്രദേഴ്സ് ആയിട്ടൊന്നും സിബ്ലിങ്സ് ആയിട്ടും ഷെയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്കിത് ഷെയർ ചെയ്യാം. അങ്ങനത്തെ ഒരു സ്ട്രോങ് സപ്പോർട്ടാണ് ചേട്ടൻ. അല്ലാതെ പാമ്പറിംഗ് ഒന്നും അല്ല. അങ്ങനെ പാമ്പറിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ അങ്ങനെയൊന്നും അല്ല. പിന്നെന്താ, ചില കാര്യങ്ങളിൽ ചേട്ടൻ പറയും ഇത് നല്ലതല്ല, ഇത് നല്ലതാണ്, അങ്ങനെ പറയാറുണ്ട്. അത് ഞാൻ റിയലൈസ് ചെയ്യുമ്പോൾ പിന്നെ അത് ആ ഒരു പാത്ത് ക്ലിയർ ആവും, അതങ്ങനെ പോവാറുണ്ട്. പക്ഷെ ചേട്ടൻ പറയുന്ന മിക്ക കാര്യങ്ങളും ശരിയാവാറുണ്ട്. നമ്മളെക്കാൾ എക്സ്പീരിയൻസ് ഉണ്ട്. അതെ, കുറച്ചുകൂടെ ലോക പരിജ്ഞാനങ്ങളുണ്ട്. മോറോവർ ബുദ്ധിയുണ്ട് ചേട്ടന്. ചേട്ടന് നല്ല ബുദ്ധിയുണ്ട്. എന്റെ അടുത്ത് ഇപ്പോഴും പലരും ഇങ്ങനെ പുറത്തു പോകുമ്പോ ചോദിക്കും, അയ്യോ 6th സീസണിൽ റനീഷയുടെ ചേട്ടനെ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തായിരുന്നു കേട്ടോ. ചേട്ടന് ആഗ്രഹം വന്നു. ചേട്ടന് ഒരു ദിവസം വന്നിട്ട് ഇങ്ങനെ ഗെയിമൊക്കെ കളിച്ച് പുറത്ത് നോക്കിയപ്പോ ഭയങ്കര ഫാൻസ് ഉണ്ടാക്കി. ഞാനും ചേട്ടനും ഒരിക്കൽ ദുബായിൽ പോയിട്ട് ഞങ്ങൾ പുറത്ത് ചായ കുടിക്കാൻ പോയി. അപ്പൊ ഒരു മലയാളി ഫാമിലി വന്നു കേട്ടോ, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അപ്പൊ അവരിങ്ങനെ ഇടയ്ക്ക് ഞങ്ങളെ നോക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കാം ഇപ്പൊ വന്ന ഫോട്ടോ ചോദിക്കുമായിരിക്കും വിചാരിച്ചാ റനീഷയുടെ ചേട്ടനല്ലേ, ഒരു ഫോട്ടോ എടുത്തോട്ടെ. ഞാനും ഇവിടെ ഉണ്ട്. ഞങ്ങൾ ചേട്ടന്റെ ഭയങ്കര ഫാൻസ്. ഞാനങ്ങ് ഒരുക്കില്ലാതായി. അപ്പൊ ചേട്ടൻ ഒറ്റ ദിവസം കൊണ്ട് കുറച്ച് ഫാൻസിനെയൊക്കെ ഉണ്ടാക്കി. അപ്പൊ ചേട്ടൻ അടുത്ത പ്രാവശ്യം വിളിച്ചാ പോവാല്ലേ? ഞാൻ പറഞ്ഞു വേണ്ട, പോയിട്ടെങ്ങാനും ഇതിനേക്കാൾ റേഞ്ച് ആയാലും പോണ്ട. അപ്പൊ ചേട്ടൻ പറഞ്ഞു കണ്ടമ്മ അവൾക്ക് അസൂയാണ്. പക്ഷെ അങ്ങനെയൊന്നുമില്ല, ഇപ്പൊ അതൊന്നുമില്ല. ചേട്ടൻ ബിസിയാ. ചിലപ്പോ ഇത് പറയണ്ട് പേര് വന്നു കഴിഞ്ഞാൽ അവര് സീസണിൽ വിളിക്കാനില്ല എന്ന് പറയാറുണ്ട്. പക്ഷെ ഒരു ചേട്ടൻ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഈ പ്രേക്ഷകർക്ക് ആ ഒരു ഫീൽ കിട്ടിയിട്ടുണ്ട്, വന്നാ പൊളിക്കും. അതെ അതെ അതെ, അങ്ങനെ പല അപവാദങ്ങളും ഞാനും കേട്ടിട്ടുണ്ട്. റനീഷയെ പോലെ ആവില്ല എന്നൊക്കെ. റനീഷ് ഗംഭീരായിട്ടാണല്ലോ പെർഫോം ചെയ്തത്. റനീഷയെ പോലെ ആവണം എന്ന് പറയും. കാരണം അത്രയധികം ആളുകൾക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ചിക്കു എനിക്ക് ഇഷ്ടപ്പെട്ടു.
ഗ്രാൻഡ് മദറിന് വീട് വെച്ച് കൊടുത്തോ? ഗ്രാൻഡ് മദറിന് വീട് വെച്ച് കൊടുത്തോ? വെച്ചു കൊടുത്തു. അതിപ്പോ അത് കുറച്ച് മാസമായി. ഇപ്പൊ ഇവിടെ ഷൂട്ട് എല്ലാം കഴിഞ്ഞ് ഞാൻ അങ്ങ് വീടെത്തിന്ന് വെച്ചാൽ നേരെ പിന്നെ വണ്ടി കയറി മഞ്ഞളൂരാ പോകുന്നത്. മഞ്ഞളൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് വീട് വെച്ചിരിക്കുന്നത്. അവിടെ ഒരു ബെഡ്റൂം ഉള്ള ഒരു വീടാണ്. പക്ഷെ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് പോകും. ഞാൻ, അച്ഛൻ, അമ്മ, പിന്നെ മേമ, പിള്ളേര്, പിന്നെ ആ വീട്ടിൽ തന്നെ അമ്മൂമ്മയും മാമനും ഉണ്ട്. എല്ലാരും കൂടെ ഒരു റൂമിൽ എങ്ങനെ കിടക്കും വെച്ചാൽ കട്ടില് 2 ആൾക്കാര്, പിന്നെ നിലത്ത് വേറൊരു ബെഡ് വിരിക്കും, അതിൽ 3 ആൾക്കാര്, 2 പായ അപ്പുറത്ത് വിരിക്കും, പിള്ളേര് ഞങ്ങൾ എല്ലാരും കൂടെ അങ്ങനെ എല്ലാരും കൂടെ ആ ഒരു റൂമിൽ കിടക്കുമ്പോൾ നമ്മള് അതിലാണ് കുറച്ചുകൂടെ എന്താ പറയാ, അതില് ഒരു സ്നേഹമുണ്ട്. ചിലപ്പോ ഒരു 3 റൂം ഉണ്ടായി 3 പേര് ഇങ്ങനെ സ്പ്ലിറ്റ് ആയി കിടക്കുന്നതിനേക്കാൾ നല്ലത് ഒരു റൂമിൽ എല്ലാവരും ഒരുമിച്ച് കിടക്കുമ്പോ തന്നെ 12 മണിയാവും, ഉറങ്ങുമ്പോ 2-2:30 ഒക്കെ ആവും. പിന്നെ അതേപോലെ തന്നെ ലേറ്റ് ആയിട്ട് എണീക്കും. ആ ഒരു റൂമാണെങ്കിലും ആ വീട്ടിൽ സത്യം പറഞ്ഞപ്പോ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട്. അതാണല്ലോ നമുക്ക് ആവശ്യം. വീട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണല്ലോ. അതിപ്പോ അവിടെ ഭയങ്കരമായിട്ട് ഈ നമ്മളൊരു വീട് പണിയുന്നു, അത് ചെറിയ വീടാണെങ്കിൽ വലിയ വീടാണല്ലോ, നമ്മുടെ ഒരു ഫിനാൻഷ്യലി നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയിൽ സ്വരുക്കൂട്ടി വെച്ച് ഒരു കുഞ്ഞു വീട് പണിയുന്നു. ആ വീട്ടിൽ ആദ്യം കിടക്കുന്ന ഒരു ദിവസം ഉണ്ടല്ലോ, ഭയങ്കര ഒരു ഫീലാ. ഞാൻ അതിന്റെ പണിയൊക്കെ ചെയ്യുമ്പോ തന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോയിരിക്കും, എന്നിട്ട് എല്ലാം തൊട്ട് നോക്കും. ഓ എന്റെ പ്രൊമോഷൻ, ആ ഇടയ്ക്ക് ചോരൊക്കെ തൊട്ട് എന്റെ പ്രൊമോഷൻ ബിഗ് ബോസിന്റെ അതൊരു ഭയങ്കര ഒരു ഇമോഷനാണ്. അന്നത്തെ ദിവസം നമ്മുടെ വീടിന്റെ അവിടെ പാറയൊക്കെ ഉണ്ട്. പാറയിൽ പോയിരുന്നു ഞാൻ വീടിങ്ങനെ ഫുള്ള് ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ നോക്കുക. ഞാനൊക്കെ അപ്പൊ വലിയ വീടൊക്കെ വെച്ച് എങ്ങനെയായിരിക്കും ഞാൻ ആലോചിക്കണേ. പക്ഷെ അങ്ങനെ ചെറിയ വീട്ടില് കിട്ടാത്തൊന്നുമില്ല. മാഷാ അല്ലാ, നല്ല വീടാണ്. അവിടെ നിൽക്കുമ്പോൾ എനിക്ക് എപ്പോഴും അവിടെ നടക്കുന്ന ലൈവായിട്ടൊരു മൊമെന്റ്സ് നടക്കില്ലേ, അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും, ചിലപ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ അമ്മൂമ്മയ്ക്കൊക്കെ വയസ്സായി കഴിയുമ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു ടൈം ആയിരിക്കും നമുക്ക് ആ ഒരു ഗോൾഡൻ മൊമെന്റ്. ഇപ്പൊ അവിടെ ഭയങ്കര ഹാപ്പി ആട്ടോ. എല്ലാരും ഇക്കാര്യത്തിൽ ഭയങ്കര പ്രൗഡാണ്. ഞാൻ ഭയങ്കര പ്രൗഡ് ആ കാര്യത്തിൽ. അതെ അതെ, കറക്റ്റ് കറക്റ്റ്. രനീഷ് ഏറ്റവും കൂടുതൽ ഹാപ്പി ആക്കുന്നത് എന്ത് കാര്യം ചെയ്യുമ്പോ രനീഷ് ഏറ്റവും കൂടുതൽ ഹാപ്പിയാണ്? ഫാമിലി ആയിട്ടിരിക്കും. ഇപ്പൊ ഫാമിലികളാണ്. ഫാമിലികളാണ് ഭയങ്കര നിയർ ആയിട്ടുള്ള ഫാമിലികളാണ്. നമ്മൾ ചിലരോട് ഭയങ്കര ഇമോഷണലി കണക്ട് ആവരുത് നമ്മൾ പറയും. ഇപ്പൊ ഞാനൊരു നമുക്ക് പ്രിയപ്പെട്ട ആളുകളെ നമ്മൾ വിട്ടു പോകുന്ന സമയത്തായിരിക്കും അത് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ പതിയെ തന്നെ നമ്മള് അതിന് ഓക്കെ നമ്മൾ ഓൾറെഡി പ്രിപ്പയർഡ് ഒക്കെ ആവും. അങ്ങനെ ഓൾറെഡി ഒരു പ്രിപ്പറേഷൻ അങ്ങനെ ചെയ്യാറുണ്ടോ? അത് അങ്ങനെ ഒരു പെട്ടെന്ന് എന്തെങ്കിലും പ്രത്യേക ഫാമിലികൾ ആയതുകൊണ്ട് പറയാണ്, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ ഈ ഇമോഷണലി നമ്മൾ ഭയങ്കരമായിട്ട് ഒരാളിൽ ഡിപ്പെൻഡഡ് ആവുന്ന സമയത്ത് അവർ നമ്മൾ വിട്ടു പോകുന്ന സമയത്ത് നമ്മൾ എങ്ങനെ? ഞാൻ ഓവർ തിങ്ക് ചെയ്യാറ്. ഞാൻ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആട്ടോ. അങ്ങനെ എന്താ പറയാ, നമുക്കറിയാലോ ലൈഫാണ്, ഹ്യൂമൻ ലൈഫാണ്, നാളെ എന്തും സംഭവിക്കാം. ഞാൻ അതുകൊണ്ട് തന്നെ ഇപ്പൊ എനിക്ക് ഒരു 10 കാശ് വന്നാലും നാളത്തേക്ക് കരുതാ എന്ന് വിചാരിക്കില്ല. ഇന്ന് കഴിഞ്ഞാൽ ഇന്ന് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ആവശ്യമുള്ള ഫുഡ് കഴിക്കുക, ആവശ്യമുള്ള ഡ്രസ്സ് ഇടുക, വീട്ടുകാരെ ഹാപ്പി ആക്കുക. കാരണം നാളെ എന്ത് സംഭവിക്കും, നാളെ ഞാൻ ഉണ്ടാവോ ചിക്കു ഉണ്ടാവോ ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഈ മൊമെന്റ് എങ്ങനെ ഹാപ്പി ആയിട്ട് പോവാന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കറിയാം ഇപ്പൊ ഞാൻ ഫാമിലി ആയിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. അമ്മൂമ്മയ്ക്ക് വയസ്സായി, ചെറിയ മാമന്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്കൊരു വീട് ഉണ്ടാക്കാതെ ഫസ്റ്റ് അവരുടെ കയ്യിൽ നോക്കിയ. ഇപ്പൊ ഇന്നലെ പോലും ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത സമയത്ത് ചേട്ടൻ അവിടെ ദുബായിലാണല്ലോ. അപ്പൊ ഞാനിങ്ങനെ പറയായിരുന്നു, ഫസ്റ്റ് ദുബായിൽ ഇപ്പൊ സപ്പോസ് 1 ഡേ ഈ ഒരു ഫീൽഡൊക്കെ വിട്ട് ഞാൻ പുറത്തു പോയി സെറ്റിൽഡ് ആവാൻ ഒരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ചെയ്യണത് ആദ്യം എൻ്റെ അമ്മൂമ്മയ്ക്കും എൻ്റെ ഒരു മാമനെയും ദുബായിലെത്തിക്കുക. അതിനുശേഷം പിന്നെ അച്ഛനമ്മയൊക്കെ കൊണ്ടുപോകും. അച്ഛനമ്മയൊക്കെ ഓൾറെഡി അവിടെ ആയിരുന്നു. അപ്പോ ഞാൻ പ്രിപ്പയർഡ് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ എന്ത് സംഭവിച്ചാലും പെട്ടെന്ന് അങ്ങനെ എന്താ പറയാ ബ്രോക്കൺ ആവുന്ന ഒരാളല്ല. ഒരു എന്താ പറയാ കുറച്ച് പ്രിപ്പയർഡ് ആണ് ഞാൻ, എല്ലാത്തിനും പ്രിപ്പയർഡ് ആണ്. അതുകൊണ്ട് തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അമ്മയ്ക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. അപ്പൊ എല്ലാവരും ഭയങ്കര ഷാറ്റേർഡ് ആയി. ചേട്ടനൊക്കെ ഭയങ്കര ഇമോഷണൽ ആയി. പക്ഷെ അപ്പൊ ഇനി ഞാനായിരുന്നു ആ ഫാമിലിയിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര ബോൾഡായിട്ട് നിന്ന് ഞാൻ എൻ്റെ ചേട്ടനോട് വിഷമിക്കണ്ട, അമ്മ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ അങ്ങനെ തകർന്നിരിക്കുന്ന അവസ്ഥയിൽ ഞാനാണ് പോയിട്ട് അതൊരു എന്താ പറയാ ഒരു സ്ട്രെങ്ത് കൊടുത്തത്. എന്താന്നറിയില്ല, അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ വരുമ്പോ എവിടെന്നോ ഒരു ധൈര്യം കിട്ടാറുണ്ട്. അങ്ങനെ ഒരാള് വേണം. വീട്ടിലൊരു ആൺകുട്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി. സീരിയസ്ലി എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യാനും അതിനൊരു സ്പേസ് ഉണ്ടാവാന്ന് പറയുന്നത്. പല പെൺകുട്ടികളും അങ്ങനത്തെ സ്പേസ് ഇല്ല ഇന്നത്തെ കാലത്ത്. അതൊരു സിറ്റുവേഷൻ ആണ്. ഇപ്പൊ ചേട്ടൻ അബ്രോഡ് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ വീട്ടിലാണെങ്കിലും പല കാര്യങ്ങൾക്കും നമ്മൾ തന്നെ പോണ്ടി വരും. നമ്മൾ പോയില്ലെങ്കിൽ അത് നടക്കില്ല. അപ്പൊ നമ്മുടെ കാര്യം നമ്മൾ തന്നെ ചെയ്തു വെച്ചാൽ അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാന്നും പറയാം, അല്ലെങ്കിൽ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. എനിക്ക് എന്റെ കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്ന തന്നെയാണ് എനിക്കിഷ്ടം. അടിപൊളിയാണ്. കാര്യങ്ങള് എത്ര പെൺപിള്ളേർക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ
നമ്മുടെ എന്താണോ ചിന്തിക്കുന്നത് ഉം. അതുപോലെ ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നത് വലിയൊരു അതെ, അതെ, കാര്യമാണ്. അതെ, അതെ. ലക്ഷ്മി നമ്മൾ ദൈവത്തോട് നന്ദി പറയാ. അതെ. അതല്ലേ, അതുപോലെ നമുക്ക് കൂടുള്ളവരെ സപ്പോർട്ട് ചെയ്യാം. Correct. ഈ സംസാരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ നമ്മള് ബിഗ് ബോസിൽ കണ്ട ഒരു റനീഷ ഉണ്ടല്ലോ, ഉം. അതിന്റെ ഒരു പ്രോ വേർഷൻ ആയിട്ടാണ് ഒരു ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്യണേ. ആണോ? ചിലപ്പോ ഈ വർഷം ഓരോ വർഷം കഴിയുമ്പോൾ നമ്മള് ലൈഫിൽ നമുക്ക് വരുന്ന differences ആയിരിക്കും. തീർച്ചയായിട്ടും ഒരുപാട് സന്ദേശം കാണാൻ പറ്റിയില്ല, you, സംസാരിക്കാൻ ചിക്കു. പറ്റിയില്ല. Okay. എപ്പോഴും ഇതുപോലെ ഹാപ്പി ആയിട്ട് ഇരിക്കാം. താങ്ക് യു. Okay. ചിക്കും ഹൈറ്റ്സിലോട്ട് പോട്ടെ. എനിക്ക് ഇൻട്രോ ഒക്കെ ഭയങ്കര ഇഷ്ടമായി. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ എന്തായാലും മച്ച്. nice അതിന് talking മുമ്പ് to you. ഇപ്പോഴും റനീഷയെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഉം. അല്ലെങ്കിൽ ബിഗ് ബോസിന് ശേഷവും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലെ. ഉം. ഇപ്പൊ എനിക്ക് ഇന്റർവ്യൂ ഒരു 7 മാസത്തിന് ശേഷമാണ് എങ്കിലും റനീഷയെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. ആ. അപ്പം അവരോട് ഒത്തിരി ഫാൻസിനോട്, ഫാൻസ് പറയണത് നമ്മുടെ സ്വന്തം ആൾക്കാരോട് അതെ. എന്താ പറയുള്ളത്? എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതുവരെ എത്തിച്ചത് ഉറപ്പായിട്ടും ഇവരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമ്മൾ എവിടെ എത്തില്ല. അപ്പം ഇതുവരെ തന്നുകൊണ്ടിരുന്ന സപ്പോർട്ട് ഇനിയും വേണം. മിക്കവാറും ഞാൻ വേറൊരു പ്രോജക്റ്റ്, വേറൊരു സീരിയലിലൂടെ ഉടനെ കമ്മിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മന്ത് ഫുള്ള് ബിസി ആയിരിക്കാം. ലൈക്ക് 16 to 30 ജാനകിയുടെയും അബിയുടെയും വീട്, ഇനിയിപ്പോ പുതിയ സീരിയൽ സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചാൽ എനിക്ക് ഫുൾ ടൈം ബിസി ആയിരിക്കണം. എനിക്കൊരു 3-4 ദിവസം വർക്കൊന്നും ഇല്ലാതെ വീട്ടിലിരുന്നു എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ടെൻഷനായി. കാരണം എന്താ പറയാ, ചിലപ്പോൾ നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് കൂടുതൽ ഉള്ളത് കൊണ്ടായിരിക്കാം. എന്നാലും എനിക്ക് വീട്ടിലിരുന്നു എന്ന് വെച്ചാൽ ചിലപ്പോൾ അമ്മ പറയും നീ എന്തിനാ അങ്ങനെ ടെൻഷൻ എടുക്കുക, 4 ദിവസം വീട്ടിൽ വെറുതെ ഇരിക്കും എന്ന് പറഞ്ഞാൽ എനിക്കതെന്തോ ഭയങ്കര വേസ്റ്റ് ആക്കി കളയുന്ന പോലെ ഒരു ഫീലാണ്. അപ്പോൾ അൽഹംദുലില്ലാ വേറൊരു പ്രോജക്റ്റ് കൂടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത 15 ഡേയ്സും കൂടെ ഞാൻ ബിസി ആയിരുന്നു എന്ന് വെച്ചാൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ ആ ഒരു പുതിയ പ്രോജക്റ്റിനും നിങ്ങളുടെ എല്ലാവരുടെയും ലവ് ആൻഡ് സപ്പോർട്ട് ഉറപ്പായിട്ടും വേണം. ലൈഫിൽ മുന്നോട്ടും ഇതുവരെ നിങ്ങൾ കൊണ്ടു തന്ന എല്ലാ സപ്പോർട്ടും ഇനി തുടർന്നും വേണം. ഇന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ. ഞങ്ങൾ കാത്തിരിക്കുകയാണ് ആ ഒരു ഉറപ്പായിട്ടും. project ന് വേണ്ടി. എല്ലാവിധ ആശംസകളും. എന്തായാലും താങ്ക് യു Thank you ചിക്കു. so താങ്ക് യു. much. ബൈ. എന്തിനാ AC നോക്കി വേർക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട AC ബ്രാൻഡുകളുടെ ഒരു വൈഡ് റേഞ്ച് തന്നെ ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.